ശരി. കോൺഗ്രസ് നേതാക്കളൊക്കെ വാർത്താസമ്മേളനം നടത്തുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം മന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ്. അത് SIT ചെയ്യട്ടെ, തീരുമാനിക്കട്ടെ. കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞത്? കോൺഗ്രസ് പറഞ്ഞു നോക്കി അതിന്റെ പിന്നിൽ പോകാനാണ് ഞങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത്. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. അതിപ്പം കോൺഗ്രസ്സുകാർക്ക് കുറച്ച് പ്രശ്നമായി. മാത്രമല്ല നേരത്തെ പാവപ്പെട്ടെ, അതാണ് കാര്യം. അത് BJPക്ക് രണ്ടാകും പറ്റുന്നില്ല. സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്തിനാണെന്ന് ഇപ്പോൾ പറഞ്ഞില്ലല്ലോ, മറുപടി പറഞ്ഞിട്ടില്ല. അതോടുകൂടിയല്ലേ നിങ്ങളെല്ലാം മതിയാക്കിയത്. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നല്ലോ, എന്ത് സ്വർണ്ണപ്പാളി, എവിടെ സ്വർണ്ണപ്പാളി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത്ര പത്രസമ്മേളനം നടത്തി ഒരൊറ്റ ഒരുത്തം മിണ്ടുന്നില്ലല്ലോ. നിങ്ങളാരെങ്കിലും മിണ്ടിയോ? ഇപ്പം ഇമാതിരി ചോദ്യമല്ലേ ചോദിക്കുന്നത്. കാരണം എന്താ? കട്ടോനും കള്ള മുതൽ കിട്ടിയാണ് ഒരേ ഒപ്പം ചേർന്ന് സോണിയാഗാന്ധിയെ പോലെ ഒരിക്കലും സാധാരണ കാണാൻ സാധിക്കാത്ത ഒരാളെ MPയും കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അന്നത്തെ എന്തുകൊണ്ട്, എങ്ങനെ, ആരുടെ സഹായത്താൽ കണ്ടു എന്നത് ഇന്നേ ഇടപെടില്ലല്ലോ. അത് വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഈ ചർച്ച അധികം വേണ്ട തീരുമാനിച്ചത്. BJP പിന്നെ എപ്പോഴെങ്കിലും വർഗീയ അല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നൊരു ചോദ്യമാണ്. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ അവരോട് ചോദിക്കണ്ട, നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. അത് അവരോടല്ലേ ചോദിക്കേണ്ടത്. ഇല്ല, ഇപ്പൊ ക്ലാരിറ്റി വന്നാൽ അപ്പോൾ നടപടിക്കുമല്ലോ. നിങ്ങൾ മനസ്സിലായിക്കോ. മറ്റേ പത്മകുമാറിന്റെ പേര് നടപടി എപ്പോഴാണോ വരിക, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ ക്ലാരിറ്റി വരുന്നത് അപ്പോൾ വരും. കൃത്യമായിട്ട് ക്ലാരിറ്റി ഞങ്ങൾക്കല്ലാതെ അവർക്കായിട്ടുള്ളത്. അതുകൊണ്ടല്ലേ പിടിച്ചത്. അനിവാര്യമായിരുന്നു. അതൊക്കെ SIT അല്ലേ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളാണോ പറയുന്നത്? ഞങ്ങൾക്കറിയോ ആരാ അതിൻ്റെ പിന്നിൽ പ്രതി എന്നെല്ലാം? അത് SIT കണ്ടുപിടിച്ചു. അവരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറയുന്നല്ലേ, BJPക്കാരും പറയുന്നത് അതാണ്. അപ്പോൾ വക്കാലത്താണ്. SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നും ഇല്ല. അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആരാണോ കുറ്റവാളി, SIT കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അത് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നും അതിനെ പറയും. ആരെല്ലാനോ പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതന്നെ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പോറ്റിയെ കയറ്റിയത് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഇതെന്ന് ഇപ്പോൾ വിവരം പുറത്തു വന്നല്ലോ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയല്ലോ. ഇനി പോറ്റിയെ കയറ്റിയ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയാ പാട്ട് പാടണം. ഞാൻ പാടുന്നില്ല. ആരും ചോദിക്കുമ്പോൾ ചേർത്ത് പറയേണ്ടിയാണത് ഞാൻ പറഞ്ഞത്. നല്ലോണം പറഞ്ഞോ. കയറ്റിയത് ആരാണെന്നും പറഞ്ഞോ, കട്ടത് ആരാണെന്നും പറഞ്ഞോ. ഞങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാറ്റി പറഞ്ഞാൽ മതി. പേര് പറഞ്ഞാൽ മതി. നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എന്താ ആശ്വാസം? ഞങ്ങൾക്ക് അല്ലെങ്കിൽ നേരത്തെ ആശ്വാസമല്ലേ. ഞങ്ങൾക്ക് എന്താ ഉത്കണ്ഠ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്തത്. പക്ഷേ അത് കളവല്ലേ, കൊള്ളയല്ലേ നടത്തിയത്. ആ കൊള്ള കണ്ടുപിടിക്കണമെന്നല്ലേ അന്നും ഞങ്ങൾ പറഞ്ഞത്. SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ, ഓരോ ഘട്ടം വരുമ്പോഴും അവർക്ക് എതിരായിട്ട് വരുമ്പോഴൊക്കെ അവർ അതിനെ പ്രതിരോധിക്കുക. എന്നിട്ട് നമുക്കെതിരായിട്ട് വരുന്ന സന്ദർഭം വരുമ്പോൾ ഉടനെ ശക്തിയായിട്ട് അവലംബിച്ച് മുമ്പോട്ടേക്ക് വരും. ഇമാതിരി അവസരവാദികളെ പറ്റി എന്ത് പറയാനാ? ഏത്? ഞാൻ സ്ഥിരമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാം? നിങ്ങൾ ആദ്യമായിട്ട് വരിക? അല്ലല്ല, കേട്ടില്ല ഞാൻ പറഞ്ഞത്. എന്നാൽ സാങ്കല്പികമായ ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും ഇല്ല.
ആ ആര് പറഞ്ഞാലും